കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വെപ്പീൻ. പ്രിയരെ, എപ്പോഴും ആശ്രയിപ്പാൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും ഓടി വരാൻ അവിടുത്തെ സന്നിധി മാത്രമേ നമുക്കുള്ളൂ. ആശ്രയിക്കാനും വിശ്വസിക്കാവുന്നവനും കൊള്ളാവുന്നവൻ നമ്മുടെ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ അവിടുന്ന് മാറില്ല. വാക്കിലും പ്രവൃത്തിയിലും ഭയങ്കരനും വിശുദ്ധനുമായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. അവർ കുനിഞ്ഞ് വീണു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുമ്പോൾ നമ്മൾ വീഴത്തില്ല, നമ്മൾ എഴുന്നേറ്റ് നിവർന്നിറക്കും. നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും, വിജയത്തിൻ്റെ കൊടി. ഏത് കാലഘട്ടത്തിലും ഒരു വിശ്വസ്തനായ മനുഷ്യൻ വിജയിച്ചിരിക്കും, അവൻ പരാജയപ്പെടില്ല. പലരും പറയും നിങ്ങൾ പരാജയപ്പെടും, ഇവിടം കൊണ്ട് തീരും. എന്നാൽ അവിടെയാണ് ഒരു വ്യക്തിത്വം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ വിടുതലുകൾ ലോകം കാണുന്നത്. ഏലിയാവ് തീർന്നു നിസ്സബല് പറഞ്ഞു, മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ ചുരുണ്ട് കിടക്കുകയാണ്, സാധ്യതകളെല്ലാം അസ്തമിച്ചു. പക്ഷേ ദൈവം എന്താ ചെയ്തു? തീർന്നു എന്ന് പറയുന്ന ഇടത്ത് നിന്ന് പുതിയത് തുടങ്ങി ശക്തിയോടെ പുറത്തു കൊണ്ടുവന്ന് പണിഞ്ഞ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകലിലും വിളിച്ചു പറയട്ടെ, നിങ്ങളെ കൊണ്ട് നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ഇടത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ പദ്ധതികൾ ഒരുക്കി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാണെന്ന് ഈ പകൽ തിരിച്ചറിയട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ, അവിടുത്തെ മുൻപാകെ ആയിരിക്കാൻ യഹോവയായ ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈവിട്ടാലും കരത്തിൽ പിടിക്കുന്ന ഒരുവനുണ്ട്. ആ മാർവിടത്തിൽ അവിടെ നമ്മളെ വഹിക്കും. നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവിടെ നമ്മെ ആശ്വസിപ്പിക്കും. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. 1000 തലമുറ വരെ ദയ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നലകളിൽ ഇന്നും നാളെയും അവിടുന്ന് അനന്യനായി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭൂമിയുടെ അറ്റത്ത് എന്ന് പാർത്താലും സമുദ്രത്തിൻ്റെ എൻഡിൽ ചെന്ന് പാർത്താലും അവിടെയും നടത്തുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രസാദമാണ് എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. ഈ ദൈവത്തിൻ്റെ മഹത്വം ഇന്നും എന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ഏത് സാഹചര്യങ്ങൾ മാറിയാലും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സാഹചര്യങ്ങൾക്ക് അതീതമായി പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ്റെ മുമ്പാകെ ഇന്ന് പകലിലും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.
ഉന്നതനായവൻ എന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വിഷയങ്ങൾ എത്ര സങ്കീർണമാകട്ടെ, അതിൻ്റെ നടുവിലും അത്ഭുതം പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായപ്പോൾ നേരം വൈകിയ സമയത്ത് ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവർ നടുവിൽ നിൽക്കുകയാണ്. നടുവിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സമാധാനം. ഭയത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ വന്നു നിന്നിട്ട് പറയുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവാണ്. ഭയപ്പെടണ്ട കേട്ടോ. ഏത് വിഷയത്തിലാണ് നിങ്ങൾ വേദനിക്കുന്നത്, അതിൻ്റെ നടുവിൽ ഒരുവൻ വന്ന് നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നടുവിൽ വന്നിട്ട് രോഗങ്ങളെ നമ്മുടെ നടുവിൽ നീക്കിക്കളയും, ഭയത്തെ നമ്മുടെ നടുവിൽ നീക്കിക്കളയും, അസമാധാനത്തെ നമ്മുടെ നടുവിൽ നീക്കിക്കളയും, ദൈവിക ശാന്തി നമുക്ക് നൽകും. എന്നിട്ട് പറയുകയാണ്, യേശു ആണ് എന്ന് അവരെ തെളിയിക്കാൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി അവരെ നിയോഗിച്ചയക്കുകയാണ്. സ്തോത്രം. അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരെ അയക്കുമ്പോൾ ആ സമയത്ത് ദിദിമോസ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ ഈ സംഭവം തോമസിനോട് പറഞ്ഞു. ഞങ്ങൾ യേശുവിനെ കണ്ടു, അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കണ്ടു, അതിൽ വിരലിട്ടു, വിലാപ്പുറത്ത് കൈയിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞ പ്രസ്താവന, ഞാനിത് ഡയറക്റ്റ് കാണണം, വിലാപ്പുറത്ത് എൻ്റെ വിരലിട്ട് നോക്കണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. പ്രിയരെ, എന്നിട്ട് ഒരു വ്യക്തിക്ക് വന്ന് യേശു അവിടെ വരികയാണ്. അവിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും സംശയിക്കുന്ന ചില വ്യക്തികളെ ഉറപ്പിക്കാൻ യേശു വീണ്ടും അവിടെ വരികയാണ്. 8 ദിവസം കഴിഞ്ഞിട്ട് അവിടെയും ഇവർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവർ നടുവിൽ വന്ന് നിൽക്കുകയാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തോമസിനെ വ്യക്തിപരമായി വിളിച്ചിട്ട് പറയുന്നു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടുക, നീ എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ സംശയിക്കുക. അപ്പോൾ തോമസ് പറയുക, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമായുള്ളവേ എന്ന് വെച്ചാൽ ദൈവമുമ്പാകെ സറണ്ടർ ചെയ്യുക. അവിശ്വാസത്തിൻ്റെ മുമ്പിൽ താൻ ദൈവമുമ്പാകെ വിധേയപ്പെടുത്തുകയാണ്. പ്രിയരെ, എത്രയോ തവണ ദൈവപ്രവൃത്തികളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ ശബ്ദങ്ങളെ കഴിഞ്ഞ നാളുകൾ ദൈവം കണ്ട ദൈവത്തിൻ്റെ മഹത്വം കണ്ട അനേക വ്യക്തികൾ, ദൈവത്തെ കണ്ട വ്യക്തികൾ പലപ്പോഴും സാഹചര്യങ്ങൾ നിങ്ങളെ പിടിച്ചുലയ്ക്കുമ്പോൾ ഇനിയും ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്ന അനേകർ നമ്മുടെ നടുവിലുണ്ട്. അവരോടാണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, യെസ്, കാണാതെ വിശ്വസിക്കണം. നിങ്ങളുടെ മേലുള്ള ദൈവികാരുളപ്പാടുകൾ, നിങ്ങളുടെ തലമുറകളുടെ മേലുള്ളത്, കഴിഞ്ഞ നാളുകൾ ദൈവം ഡയറക്റ്റ് നിങ്ങളോട് ഇടപെട്ടത്, വചനത്തിലൂടെ സംസാരിച്ച ഒത്തിരി ദൈവശബ്ദങ്ങൾ, അത് നടക്കും. കണ്ടിട്ട് വിശ്വസിക്കാനല്ല, അതാണ് വിശ്വാസം. കാണാതെ വിശ്വസിക്കണം. വാക്കു പറഞ്ഞവൻ ആരാന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. വാക്കിൽ വിശ്വസ്തനാണ്, അതിന് മാറ്റമില്ല എന്ന് വിശ്വസിക്കണം. എന്നിട്ടും അതിൻ്റെ മറുവശം, നമ്മൾ അവിശ്വാസമകത്ത് വന്നിട്ടും പതറിപ്പോയിട്ടും സംശയിച്ചിട്ടും സ്ഥൈര്യം ചോർന്നു പോയിട്ടും നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എത്രയോ വിടുതലുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി എൻ്റെ കർത്താവ് ചെയ്തതോർത്ത് നന്ദി പറയാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കും? സഹോദരങ്ങളെ, ഇന്ന് പകലും ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നമ്മൾ പിന്മാറിപ്പോയപ്പോഴും
പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴും ഇനിയും കാണാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, അല്ലെങ്കിൽ ദൈവത്തെയാണ് അവിശ്വസിക്കുന്നത്. എന്നിട്ട് പോലും കരുണാമയനായ ദൈവം നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നില്ലേ? വാഗ്ദത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? എന്നാൽ ഇപ്പോൾ പലതും നടക്കുന്നില്ല എന്ന് ചിന്തിച്ച് ആരെങ്കിലും സംശയത്തോടെ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇടപെടലുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവിക പ്രവൃത്തിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഡയറക്റ്റ് ഇറങ്ങി വന്ന് ചില അത്ഭുതങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സംശയമൊന്ന് മാറ്റിവെക്കൂ, അവിശ്വാസമൊന്ന് മാറ്റിവെക്കൂ, പെറുപുറുപ്പൊന്ന് മാറ്റിവെക്കൂ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങിയ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വമുള്ള ആലോചനയ്ക്കായി സ്തോത്രം, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം. പലപ്പോഴും അവിശ്വസിച്ചപ്പോഴും സംശയിച്ചപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിച്ച ദൈവം, അങ്ങയുടെ മഹത്വം കാണുമ്പോൾ അങ്ങയുടെ മുമ്പാകെ വീഴുവാൻ, എൻ്റെ ദൈവവും കർത്താവുമായുള്ളവേ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാൻ ഇന്നും അങ്ങേക്ക് കഴിയുമെന്ന് വിളിച്ചു പറയാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. കാണാതെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് വിടുവിച്ചിരിക്കയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കിയിരിക്കയാൽ സ്തോത്രം, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കയാൽ സ്തോത്രം, ചിലതിനെ കർത്താവെ കൂട്ടിച്ചേർത്തിരിക്കയാൽ സ്തോത്രം, ആഴത്തിൽ കിടക്കുന്ന ചിലത് പുറത്ത് കൊണ്ടുവന്നിരിക്കയാൽ സ്തോത്രം, നടക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയത്തിന്മേൽ ഇന്ന് പകൽ തീർപ്പ് കൽപ്പിച്ചിരിക്കയാൽ സ്തോത്രം, പകുതി വഴിക്ക് അസ്തമിച്ചത് കർത്താവെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു. ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. പ്രിയരെ, കാണാതെ വിശ്വസിക്കൂ. ദൈവത്തിന് കഴിയുമെന്ന്, ദൈവം പ്രവർത്തിക്കുമെന്ന്, അവിടുത്തെ കാര്യം കുറുതായി പോയിട്ടില്ലെന്ന്, സൗഖ്യം തരുമെന്ന്, അടഞ്ഞത് തുറക്കുമെന്ന് എത്ര പേർ കാണാതെ 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 ഈ പ്രഭാതത്തിൽ വിശ്വസിക്കും? അവർക്ക് വേണ്ടി ദൈവം ഇന്നും അത്ഭുതം ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.